إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 197 ആയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെടുന്ന മാസങ്ങളിലാകുന്നു ഹജ്ജ്. അതായത് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് ഇങ്ങനെ തുടർന്നു വരുന്ന 3 മാസങ്ങളിലായിട്ടാണ് ഹജ്ജ്. അതായത് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നിർവഹിക്കും ദുൽഹജ്ജിലാണെങ്കിലും അതിന്റെ മുന്നൊരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ഉംറകളും നിർവഹിക്കപ്പെടുന്നത് ഈ മറ്റ് മാസങ്ങളിൽ കൂടിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചേർത്ത് അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജ് എന്ന് വിശദീകരിക്കുന്നത്. ആരെങ്കിലും ആ മാസങ്ങളിൽ ഹജ്ജ് നിർബന്ധമാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവൻ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റഫസ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒരിക്കലും പാടില്ല. വലാ ഫുസൂക, ഒരു തരത്തിലുള്ള തമ്മാടിത്തങ്ങൾ, തോന്നിവാസങ്ങൾ, അതായത് തെറ്റുകുറ്റങ്ങൾ ആ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തികൾക്ക് പാടില്ല. വലാ ജിദാല, തർക്ക വിതർക്കങ്ങൾ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായ തർക്കങ്ങളോ പാടില്ല. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതാണ് ഈ 3 കാര്യങ്ങൾ അല്ലാഹു തആല ഇതിനൊക്കെ വിരോധിക്കുന്നത്. ഫിൽ ഹജ്ജ്, ഇതൊന്നും ഹജ്ജിൽ ഒരിക്കലും അനുവദനീയമല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹജ്ജിന്റെ സ്വീകാര്യത അത് ബാധിക്കും. അവന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ല. ശേഷം അല്ലാഹു പറയുന്നു, വമാ തഫഅലൂ മിൻ ഖൈറിൻ, നന്മയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്താലും യഅലമുല്ലാഹു, അത് അല്ലാഹു അറിയുന്നതാണ്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ നന്മകൾ, എക്സ്ട്രാ അതല്ലാത്ത നന്മകൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹു അറിയുന്നതാണ്. ശേഷം അല്ലാഹു പറയുന്നു, വതസവ്വദൂ, നിങ്ങൾ യാത്രാ മുന്നൊരുക്കങ്ങൾ നടത്തണം. അതായത് വിഭവങ്ങൾ സമാഹരിക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, എന്നാൽ നിങ്ങൾ സമാഹരിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, ആ അല്ലാഹുവിനോട് സൂക്ഷ്മത പുലർത്തുന്ന, അല്ലാഹുവിന്റെ കാര്യങ്ങൾ നിയമവശങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആ തഖ്വയാണ് നിങ്ങളുടെ യാത്രാ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇവിടെ നിന്നും നാട്ടിൽ നിന്നും പുറപ്പെടുന്ന ഒരു വ്യക്തി അത്യാവശ്യമായി അവന്റെ കൂടെ കരുതേണ്ട ഒരു വിഭവമായിട്ടാണ് തഖ്വ അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യമുണ്ട് ഹജ്ജിൽ തഖ്വക്ക്. കാരണം യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ അങ്ങേയറ്റ ശരിയായ രൂപത്തിൽ വേണം സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കാൻ. അതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. വത്തഖൂനിയ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നതും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.